ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു, അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് പോസ്റ്റ്: യുവർ വർക്കൗട്ട് ഈസ് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ഇഫ് യു ആർ നോട്ട് ഫോക്കസിങ് ഓൺ യുവർ ഡയറ്റ്. വർക്കൗട്ടിനേക്കാളും ഡയറ്റാണ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ കറക്റ്റ് ഡയറ്റ് ചെയ്തില്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന്. ആര് പറഞ്ഞു? വർക്കൗട്ട് ചെയ്യുന്നുണ്ട് വിചാരിച്ചിട്ട് ഡയറ്റ് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു റൂളുമില്ല. അങ്ങനെ നോക്കി എത്ര ആൾക്കാർ ഡെയിലി ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, വേറെ സ്പോർട്സ് കളിക്കുന്നു. ഇവരൊക്കെ ഡയറ്റ് ഫോളോ ചെയ്തിട്ടാണോ കളിക്കുന്നത്? ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്, എക്സസൈസ് ആണ്, എന്റർടൈൻമെന്റുമാണ്. അതേപോലെ ജിം വർക്കൗട്ടും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്, എക്സസൈസുമാണ്, എന്റർടൈൻമെന്റുമാണ്. സിമ്പിൾ. ബട്ട് നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ വെയിറ്റ് ലോസ് ആണെങ്കിൽ കാലറി ഡിഫസിറ്റ്, ഇല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ കാലറി സർപ്ലസ്, അതുപോലെ മസിൽ ഗെയിൻ ആണെങ്കിൽ പ്രോട്ടീൻ റിച്ച് ഡയറ്റ് ഫോളോ ചെയ്യണം. ഇങ്ങനെ ഒരു ടാർഗറ്റും ഇല്ലെങ്കിൽ ജസ്റ്റ് ഗോ ടു ദ ജിം, വർക്കൗട്ട് ആൻഡ് എൻജോയ്. ഞങ്ങളുടെ ജിമ്മിൽ തന്നെ നോക്കിയെങ്കിൽ ഈവനിങ് 7:30 ശേഷം നല്ലോണം തിരക്കുണ്ടാവും. പീക്ക് അവർ ആണെങ്കിൽ പറയാം. അപ്പോൾ എത്ര ആൾക്കാരോട് ഞാൻ പറയാനുണ്ട്, ഈ ടൈമിന് വരണ്ട, ബാക്കി ടൈം ഫ്രീ ഉണ്ടാകുന്നില്ല, ആ ടൈമിന് വരാമല്ലോ എന്ന്. എന്നാലും ഇവർ ഇതേ ടൈമിന് വരും. ബിക്കോസ് അപ്പോൾ വന്നെങ്കിൽ കുറേ ആൾക്കാരെ മീറ്റ് ആവാൻ പറ്റും. ബഡയും വിട്ടുകൊണ്ട്, കോമഡി പറഞ്ഞുകൊണ്ട്, ചിരിച്ചോണ്ട്, വർക്കൗട്ട് എൻജോയ് ചെയ്തുകൊണ്ട്. അപ്പോൾ ജിം ഒരു ക്ലബ്ബ് പോലെയാ, എ കമ്മ്യൂണിറ്റി. ഫോർ സം പീപ്പിൾ ഇറ്റ്സ് എ തെറപ്പി ഓർ സ്ട്രെസ് റിലീവർ. കുറേ ആൾക്കാർക്ക് ഒരു ദിവസത്തിൽ ആകെ ആശ്വാസം കിട്ടുന്ന ജിമ്മിൽ വന്നിട്ട് വർക്കൗട്ട് ചെയ്തെങ്കിലാ. പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട്. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഗിൽട്ട് ഫ്രീ ആയിട്ട് എന്ത് വേണമെങ്കിലും കഴിക്കാമല്ലോ എന്ന്. അപ്പോൾ ചിലർ ചോദിക്കൂ, ഡയറ്റ് ഫോളോ ചെയ്യാതെ വർക്കൗട്ട് മാത്രം ചെയ്തെങ്കിൽ എന്താണ് യൂസ് എന്ന്. യൂസ് ഉണ്ടല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ എന്റർടൈൻമെന്റ് ഫാക്ടർ, ഗുഡ് സ്ലീപ്പ്, എനർജറ്റിക് ത്രൂ ഔട്ട് ദ ഡേ, മസിൽ സ്ട്രോങ് ആവും, ബോൺ സ്ട്രോങ് ആവും, ജോയിന്റ് സ്ട്രോങ് ആവും, ഗുഡ് ഫോർ സ്കിൻ, ഗുഡ് ഫോർ ഹാർട്ട്, ഇംപ്രൂവിംഗ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, ഗുഡ് ഫോർ റെഗുലേറ്റിംഗ് കൊളസ്ട്രോൾ ആൻഡ് ഡയബറ്റീസ്, ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റർ ഫോർ മെൻ, ഹാർമോണൽ റെഗുലേറ്റർ ഫോർ വുമൻ. എത്ര വേണം? വേണ്ട, സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ രണ്ടാൾക്കാരുണ്ട്, പർസൺ എ, പർസൺ ബി. അപ്പോൾ രണ്ടാൾക്കാരെയും ലൈഫ് സ്റ്റൈൽ സെയിം ആണ്, ഫുഡ് ഹാബിറ്റും സെയിം ആണ്. പക്ഷേ പർസൺ എ റെഗുലർ ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ ആർക്കാണ് അഡ്വാൻറ്റേജ്? ഒബ്വിയസ്ലി പർസൺ എക്കല്ലേ. ബട്ട് ഫോർ ഹെൽത്തി ലൈഫ്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫോളോ എ ഹെൽത്തി ഫുഡ് പാറ്റേൺ. ജങ്ക് ഫുഡ്, പ്രോസസ് ഫുഡ്, ഓയിൽ ഫുഡ്, ഷുഗർ, ഇതെല്ലാം കഴിക്കേണ്ട എന്ന് ഞാൻ പറയില്ല. കഴിച്ചില്ലെങ്കിൽ എന്തിനാണ് ഈ ലൈഫ്, അല്ലെ? പക്ഷേ കഴിക്കുന്ന എല്ലാ ഫുഡിലും കൺട്രോൾ വേണം, അല്ലാതെ ഫുഡ് ഞങ്ങളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. ഈറ്റ് ബാലൻസ്ഡ് മീൽ വിത്ത് പ്രോട്ടീൻ റിച്ച് ഫുഡ്സ്, ഗുഡ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഹെൽത്തി ഫാറ്റ്സ്. അപ്പോൾ ഗോ വർക്കൗട്ട്, ഫീൽ ബെറ്റർ, എൻജോയ് ദി പമ്പ്, എൻജോയ് ദി ലൈഫ്. താങ്ക് യു.